ലാസ്റ്റ് നമ്മൾ പോയത് എവിടേക്കാന്ന് വെച്ചാൽ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിന് തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഫുഡ് കോർട്ടും സാധാ ഒരു വൈബായിട്ടുള്ളൊരു സ്ട്രീറ്റ്, രാത്രി ഓണായിട്ടുള്ള ഒരു സ്ട്രീറ്റ് അതായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അത് ഇതല്ല, മറ്റേതാണെന്നുള്ളത് എനിക്ക് ശരിക്കും ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. സോ ഇറ്റ്സ് റിയലി എന്താ പറയാ, ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഷോക്ക്ഡ് ആവില്ല, അതേ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വോയിസ് ഓവർ ഒന്നും ചെയ്യണില്ല, നിങ്ങൾ അവിടുത്തെ തായ് വോയിസ് കേട്ടോളൂ. അങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ. ഡാൻസ് എടുത്തോ, ആള് കുറെ നേരം കളിക്കും. ഇതാണ് നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. സോ ഇവിടുത്തെ ഉള്ളിലേക്ക് കയറിപ്പ് മുതൽ ഇറങ്ങണ വരെ ഫുൾ മ്യൂസിക്കും ബഹളങ്ങളും എന്തൊക്കെയില്ല വേണ്ട അതൊക്കെ അവിടെ ഉണ്ട്. ഓരോരുത്തർ നമ്മളെ വിളിക്കും, അവിടെ പാർട്ടിക്ക് പോയോ, ഫ്രീ പാർട്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഏതോ ഒരു ഭൂമിയിൽ നിന്ന് ഏതോ ഒരു വേൾഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തെ ഒരു ഫീൽ ആയിരുന്നു. അത്രയ്ക്കധികം അവിടെ ഭയങ്കര എന്താ പറയുക ഓണായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. സോ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ പട്ടായ പോവാം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണെന്നൊക്കെ ശരിക്കും മനസ്സിലായത് ആക്ച്വലി ആ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോയപ്പോഴാണ്. എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ കാണാൻ പറ്റിയതാണ്. എന്തായാലും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒറ്റയ്ക്ക് പോയ റിസ്ക് ആണെന്ന് മനസ്സിലായ ഒരു ഏരിയ ആണ് കേട്ടോ ആ ഒരു സ്ട്രീറ്റ്.
strive for greatness.